Okay, now we are going to discuss about control centers. Okay, so the control center, I hereby just sharing some images of control centers. Control center means it's the instrumentation equipments or instruments and automatic controllers which are generally grouped at one location near to the processing unit or manufacturing unit. Okay, അതായത് നമ്മൾ ഒരു പ്ലാന്റ് ഒരു ഫുഡ് പ്രോസസ്സിംഗ് പ്ലാന്റോ അല്ലെങ്കിൽ ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റ് ഓപ്പറേഷൻ നടക്കുന്നിടത്ത് ഉള്ള ഇൻസ്ട്രുമെന്റ്സ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെല്ലാം ഒരുമിച്ച് ഒരു പർട്ടിക്കുലർ റൂമിൽ ഒരു എൻക്ലോസറിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കുന്ന കൺട്രോൾ പാനലിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കൺട്രോൾ സെന്റർ എന്ന് പറയുന്നത്. Okay, so instruments or automatic controllers which are generally grouped at one location is known as control center. And this group of instrumentation equipment may be termed as control center, and it controls or helps the operators in controlling the process operation. Okay, we know that actually the fundamental purpose of instrumentation is control of production quality and quantity. ഒരു പ്രോസസ്സിംഗ് പ്ലാന്റിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ അവിടെയുള്ള വേരിയബിൾസിനെ നമുക്ക് മെഷർ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും പറ്റണം. അപ്പം അതിന് വേണ്ട ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ ഇതുപോലെ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യും ഒരു പർട്ടിക്കുലർ എൻക്ലോഷറിനകത്ത്. ഇതൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഇമേജ് കാണുന്നത്. അപ്പോൾ അവിടെയുള്ള കംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ്സിന് നമ്മൾ ഒരു പർട്ടിക്കുലർ എൻക്ലോഷർ ഒരു പർട്ടിക്കുലർ റൂമിനകത്ത് പ്ലേസ് ചെയ്ത് അതിനെ മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഓപ്പറേറ്റേഴ്സും ഉണ്ടായിരിക്കും. ഈ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ കൺട്രോൾ സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രൊഡക്ഷൻ പ്ലാന്റിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിനൊരു കൺട്രോൾ സെന്റർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ കൺട്രോൾ സെന്റർ മേ ഇൻക്ലൂഡ് ഓൺലി different types of control centers ഉണ്ടായിരിക്കും. Sometimes it may only have single instrument hang on the processing equipment. അതായത് പ്രോസസ്സിംഗ് യൂണിറ്റിൽ തന്നെയുള്ള സിംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് മാത്രം ഉള്ളതാവാം. അല്ലെങ്കിൽ it may consist of hundred of instruments and controllers housed in a separate building. അപ്പോൾ ഇതുപോലെ ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് നിയർ ടു ദ പ്രോസസ്സിംഗ് യൂണിറ്റിന് ആയിട്ട് നമ്മൾ വെക്കുന്ന ഒരു റൂം ആണ് നമ്മൾ കൺട്രോൾ സെന്റർ ആയിട്ട് സെറ്റ് ചെയ്യുക. അവിടെ 100ൽ കൂടുതൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കാം. എന്താണെങ്കിലും നമ്മൾ അതിനെ കൺട്രോൾ സെന്റർ എന്നാണ് പറയാം. ഓക്കെ, ദിസ് ഇസ് റിലേറ്റീവ്ലി സിമ്പിൾ എക്സാമ്പിൾ. ഓക്കെ, ഐ വിൽ ഷോ യു an example like this. So this is a simple example. Here you can see it's a control center for an open earth furnace, and this is relatively a simple example in which instruments and controllers for furnace that you can see it has a timer and a draft pressure, furnace temperature, fuel flow and process timing are included at one station or at a particular station. Control panel nathu temperature controller, flow controller, operation timer ingane ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട് അല്ലെ, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇതിനെല്ലാം കൂടെ ഓൾ ടുഗദർ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ കൺട്രോൾ സെന്റർ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണിത്. ഓക്കെ, ആൻഡ് we should know some rules for a control center, that the center is located adjacent to the furnace ആയിരിക്കണം. നമ്മൾ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഫർണസോ പ്ലാന്റിന്റെയോ തൊട്ടടുത്തായിട്ടായിരിക്കണം ഈ കൺട്രോൾ സെന്റർ ഉണ്ടായിരിക്കേണ്ടത്. ആൻഡ് സോ ദാറ്റ് ദ ഓപ്പറേറ്റർ ഇൻ ചാർജ് വൺ ഓപ്പറേറ്റർ ഓർ മോർ ദാൻ വൺ ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും ഇതെല്ലാം കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും വേണ്ടി. അവർക്ക് അവരുടെ ഓപ്പറേഷൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് റെഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ പ്രോസസ്സിംഗ് യൂണിറ്റിന് അടുത്തായിട്ട് തന്നെ വേണം കൺട്രോൾ സെന്റർ ഫിക്സ് ചെയ്യാൻ. And the control center should be arranged in a separate enclosure or room if this is at all possible. അതായത് നമ്മളൊരു സെപ്പറേറ്റ് റൂമിലായിരിക്കണം നമ്മളത് പ്ലേസ് ചെയ്യേണ്ടത്, സെപ്പറേറ്റ് എൻക്ലോഷർ ആയിരിക്കണം. Okay, and sometimes in any the control center must have, you should know that the instruments and automatic controllers are grouped in one location. I have already told that the control center is a instruments and automatic controllers which are grouped in one location, and it should be near to the processing unit ആയിരിക്കണം. And this control center will help an operation in controlling process and control production quality and quantity.
and it may include one or hundreds of instruments ഉണ്ടായിരിക്കാം. Okay, and this one is an example. And next thing, I'm saying that the control center must have some thing, that is, first one, it should be clean dry atmosphere. ഓക്കെ, ഒരു കൺട്രോൾ സെന്റർ എന്ന് പറയുന്നത് എപ്പോഴും ക്ലീൻ ഡ്രൈ അറ്റ്മോസ്ഫിയർ ഉള്ളതായിരിക്കും. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസിറ്റീവ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അവ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അതിന് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലായിരിക്കണം അത് നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കേണ്ടത്, സേഫ് ആയിട്ട് വെക്കണം. ക്ലീൻ ആൻഡ് ഡ്രൈ അറ്റ്മോസ്ഫിയർ കൊടുക്കണം ആ ഒരു എൻക്ലോഷറിന്. And relatively constant temperature and humidity ആയിരിക്കണം. And it should not have any vibration for that control center, and there should be adequate light. ആവശ്യത്തിന് വെളിച്ചം ഉണ്ടായിരിക്കണം. അതേപോലെ unfailing source of electric power and free of surges in voltage. വോൾട്ടേജ് സർജസ്, ചേഞ്ച് ഇൻ വോൾട്ടേജ് ഒന്നും ഇല്ലാതെ unfailing source of electric power കൊടുത്തിരിക്കണം. and unfailing source of clean dry air of constant pressure and required capacity. ഓക്കെ, ഇത്രയും ഒരു കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒരു കൺട്രോൾ സെന്ററിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ക്ലീൻ ഡ്രൈ അറ്റ്മോസ്ഫിയർ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഈ രണ്ട് ഫസ്റ്റ് പറയുന്ന രണ്ടെണ്ണം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്കൊരു കാര്യം ചെയ്താൽ മതി. അതായത് എയർ കണ്ടീഷനിങ് കൊടുത്തു കഴിഞ്ഞാൽ മതി. So air conditioning at the control center is relatively common practice in satisfying these two, that is clean dry atmosphere and constant temperature and humidity can be attained by providing air conditioning. Okay, then next one, there are two types of control center. We have already said that the control center should be located near to the processing plant for close operation between process and control center. അതായത് ആ പെർട്ടിക്കുലർ പ്രോസസ് പ്ലാന്റിന്റെ ഒരു ക്ലോസ് ഫാസ്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ കൺട്രോൾ സെന്റർ നമ്മൾ സെപ്പറേറ്റ് ഒരു റൂമിലാണ് വെക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ഈ സെപ്പറേറ്റ് റൂം എപ്പോഴും അതിന് തൊട്ട് അടുത്തായിരിക്കണം. ഓക്കെ, and because of the physical size of some plants it is necessary to consider two types. ഓക്കെ, രണ്ട് ടൈപ്പ് ആണ് ഉള്ളത് നമ്മുടെ ഈ കൺട്രോൾ സെന്റേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ലേ ഔട്ട് വെച്ചിട്ട്, അതായത് അതിന്റെ സൈസ് വെച്ചിട്ടോ അങ്ങനെ പ്രോസസ്സിന്റെ കൺട്രോൾ വെച്ചിട്ടൊക്കെ നമ്മൾ അതിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് സെൻട്രൽ ലേ ഔട്ട് ആൻഡ് സെക്കൻഡ് വൺ ഇസ് യൂണിറ്റ് ലേ ഔട്ട്. ഓക്കെ, central layout and unit. First just we check what is central layout. Okay, this is an example of central layout. Central layout is shown here in this figure. It is common, that is, you can see the control center is common to all the process. Okay, where the control center is common to all operation, the instrumentation for all planned operation. അതായത് ഒരു പെർട്ടിക്കുലർ പ്ലാന്റിന്റെ കംപ്ലീറ്റ് ഓപ്പറേഷനുള്ള ഇൻസ്ട്രുമെന്റ്സിന് നമ്മൾ എല്ലാം കൂടെ ഒറ്റ കൺട്രോൾ സെന്ററിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു കൺട്രോൾ സെന്ററിനെയാണ് നമ്മൾ സെൻട്രൽ ലേ ഔട്ട് എന്ന് പറയാം. സെൻട്രൽ ലേ ഔട്ട് ആയിട്ട് പ്ലേസ് ചെയ്യുന്നതിന്, അതായത് എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും അല്ലെങ്കിൽ എല്ലാ പ്രോസസ്സിനും കോമൺ ആയിട്ട് ആ ഒരു പ്ലാന്റിന് ഒരൊറ്റ കൺട്രോൾ സെന്ററേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ ഇറ്റ് ഈസ് ഫോർ മെറ്റീരിയൽ, for raw material storage and material treatment and first refining, second refining and the separation, and also center then becomes operating, that is product storage. ഇങ്ങനെ എല്ലാത്തിനും കൂടെ നമ്മൾ ഒരൊറ്റ കൺട്രോൾ സെന്റർ ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, for a plant of any reasonable size, the control center will probably include more than 50 to 500 instruments ഉണ്ടായിരിക്കാം. And at the control center, the instrumentation equipment is conveniently grouped on panel boards around the control center room. ഞാൻ ഫസ്റ്റ് ഒക്കെ കാണിച്ചു തന്നില്ല നിങ്ങൾക്കൊരു എക്സാമ്പിൾ പോലെ. ഇങ്ങനെ ഒരു കൺട്രോൾ സെന്ററിൽ 50 to 500 ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരിക്കാം. ഇതിങ്ങനെ പാനൽ ബോർഡ്സിലായിരിക്കും ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കാം ഒരു പർട്ടിക്കുലർ റൂമിൽ. ഓക്കെ, അതായത് ചിലപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ മെറ്റീരിയൽ സ്റ്റോറേജിന്റെ കൺട്രോളിങ് യൂണിറ്റ്സും ഇൻസ്ട്രുമെന്റ്സും ആയിരിക്കാം. ഈ ഒരു പോർഷൻ
വരുന്നത് മെറ്റീരിയൽ ട്രീറ്റ്മെന്റ് ആയിരിക്കാം, ഫസ്റ്റ് റിഫൈനിങ്, സെക്കൻഡ് റിഫൈനിങ് ആയിരിക്കാം. അങ്ങനെ പലതരമായി ഡിവിഷൻ, അതായത് ക്ലാസിഫൈ ചെയ്ത് ഓരോ കൺട്രോൾ പാനൽസിലായിരിക്കും ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത് സെൻട്രൽ ലേഔട്ട്. ഓക്കെ, so at the control center the instrumentation equipment is grouped on panel boards around the control center room, and this room is completely clean ആയിരിക്കണം, and it is completely enclosed, air conditioned and properly lighted and clean ആയിരിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഏതൊരു ജനറൽ കൺട്രോൾ സെന്ററിനും കുറച്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ക്ലീൻ, ഡ്രൈ എയർ, അതും കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് the advantages of central layout are that the coordination of all plant operation is greatly achieved, and service and maintenance of instrumentation equipment are quickly and easily accomplished. അതായത് നമ്മൾ സെൻട്രൽ ലേഔട്ട് ആണെങ്കിൽ, അതായത് ഒരൊറ്റ കോമൺ കൺട്രോൾ സെന്റർ ആണെങ്കിൽ എല്ലാ പ്രോസസ്സും, അതായത് റോ മെറ്റീരിയൽ സ്റ്റോറേജ്, റോ മെറ്റീരിയൽ ട്രീറ്റ്മെന്റ്, ഫസ്റ്റ് റിഫൈനിങ്, ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു കോർഡിനേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പോസിബിൾ ആണ്. അതേപോലെ നമുക്ക് ഇതിന്റെ എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെ മെയിൻ്റനൻസ് ഒക്കെ ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. സെൻട്രൽ ലേഔട്ടിന്റെ എക്യുപ്മെന്റ്സ് കൺവീനിയന്റ്ലി ഗ്രൂപ്പ്ഡ് ഓൺ പാനൽ ബോർഡ് ആൻഡ് റൂം കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ്, എയർ കണ്ടീഷൻഡ് ആൻഡ് ക്ലീൻ ആൻഡ് പ്രോപ്പർലി ലൈറ്റ് ഉണ്ടായിരിക്കണം. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോർഡിനേഷൻ ഓഫ് ഓൾ പ്ലാന്റ് ഓപ്പറേഷൻ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിറ്റ് ലേഔട്ട്. ഓക്കെ, യൂണിറ്റ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചില സബ്സ്റ്റേഷൻസിലാണെങ്കിലും അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിംഗ് പ്ലാന്റിൽ ഒരു ഫർണസിന് തൊട്ട് മുന്നിലായിട്ട് തന്നെ അതിന്റെ കൺട്രോളിംഗ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മോണിറ്ററിംഗ് ഇൻസ്ട്രുമെന്റ്സ് അതിന് തൊട്ട് മുന്നിലായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഓരോ യൂണിറ്റ്, ഇപ്പോൾ ഒരു 7 യൂണിറ്റ് വരുന്ന ഒരു 7 പ്ലാന്റ്സ് അല്ലെങ്കിൽ 7 ഫർണസ് വരുന്ന ഒരു പ്ലാന്റ്, ആ 7 ഫർണസിന് മുന്നിലും ഇങ്ങനെ അതിന് വേണ്ട ഇൻസ്ട്രുമെന്റ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അതായത് ഒരൊറ്റ കൺട്രോൾ റൂം അല്ലാതെ ഡിഫറെന്റ് ഓരോ പ്രോസസ്സിനും ഡിഫറെന്റ് യൂണിറ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ യൂണിറ്റ് ലേഔട്ട് എന്ന് പറയാം. സെൻട്രൽ ലേഔട്ട് എന്ന് പറയുമ്പോൾ എല്ലാ പ്രോസസ്സിനും കൂടെ ഒരു കോമൺ ആയിട്ട് ഒരൊറ്റ കൺട്രോൾ സെന്ററേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ഇവിടെ ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് കൺട്രോൾ സെന്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം, ഇപ്പൊ ഇവിടെ റോ മെറ്റീരിയലിനാണെങ്കിൽ ഒരു പർട്ടിക്കുലർ കൺട്രോൾ സെന്റർ, അടുത്ത സെപ്പറേഷന് കൺട്രോൾ സെന്റർ, റീഹീറ്റർ ആൻഡ് സാച്ചുറേഷൻ പ്രോസസ്സിന് അടുത്ത കൺട്രോൾ സെന്റർ, അങ്ങനെ ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ സെന്റർ ഉള്ള ലേഔട്ടിനെയാണ് യൂണിറ്റ് ലേഔട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് shown in this figure. And separate control centers for each operation may be used because of physical size of the whole plant and or because of the operation require no coordination. Sometimes these two operations do not need any coordination between each, so we can use separate control centers. തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഓപ്പറേഷൻസ് അല്ല എങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒരിടത്ത് വെക്കണമെന്നില്ല, സെപ്പറേറ്റ് കൺട്രോൾ സെന്റേഴ്സ് യൂസ് ചെയ്യാം. Okay, so the control centers in the case may be located in separate enclosures, and as in common when the plant is inside a building, open panel boards are set up near each unit. അതായത് ഈ ഒരു കൺട്രോൾ സെന്ററിന്റെ ഫ്രണ്ട് സൈഡ് ഇവിടെ ഒരു ഗ്ലാസ് വിൻഡോ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ അത് എപ്പോഴും അതിന്റെ പ്രോസസ്സിംഗ് യൂണിറ്റിന് നിയർ ആയിട്ട് തന്നെയാണ് പ്ലേസ് ചെയ്തത്. അതിന് അവിടെ ഇരിക്കുന്ന ഓപ്പറേറ്റേഴ്സിന് അത് കറക്റ്റ് ആയിട്ട് വ്യൂ ചെയ്യാൻ, വിത്തൗട്ട് എൻറ്ററിങ് ടു ദ പ്രോസസ്സിംഗ് യൂണിറ്റ് ദ ഓപ്പറേറ്റർ ക്യാൻ വ്യൂ ദ പ്രോസസ്. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ കൺട്രോൾ സെന്റർ ഫിക്സ് ചെയ്യുക. ഒരു അതായത് കോൺക്രീറ്റ് റൂം തന്നെ ആയിരിക്കും, പക്ഷെ ഫ്രണ്ട് ഗ്ലാസ് ആയിരിക്കും, ഗ്ലാസ് വിൻഡോ ഉണ്ടായിരിക്കും ടു വ്യൂ ദ പ്രോസസ്സിംഗ് പ്ലാന്റ്. Okay, so the type of unit control center means the control centers for each separate plant operation. അതായത് ആ പ്ലാന്റിൽ ഡിഫറെന്റ് ഓപ്പറേഷൻസിനും ഡിഫറെന്റ് കൺട്രോൾ സെന്റേഴ്സ് ഉള്ള ഒരു പ്രോസസ്സിനാണ് യൂണിറ്റ് ലേഔട്ട് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ പ്ലേസ് ചെയ്യുന്നതിന് the house is usually already I have told that is the house control center house is usually constructed of concrete with a window on one side, that is the window faces the processing unit ആയിരിക്കണം, so that the process operator or supervisor may readily check on various operations without entering to the enclosure. Okay,
അപ്പോൾ നമ്മൾ പഠിച്ചത് ആദ്യം പറഞ്ഞു കൺട്രോൾ സെന്റർ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. കൺട്രോൾ സെന്റർ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിംഗ് യൂണിറ്റിലെ കംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ്സിന് ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് ഒരു കൺട്രോൾ പാനലിൽ ഫിക്സ് ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് കൺട്രോൾ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ ഫോർ കൺട്രോൾ സെന്റർ ആണ് ഓപ്പൺ ഹെഡ് ഫർണസിന്റെ നമ്മൾ കാണിച്ചത്. ദെൻ ഒരു കൺട്രോൾ സെന്റർ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് ആണ്: ക്ലീൻ ആൻഡ് ഡ്രൈ അറ്റ്മോസ്ഫിയർ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, നോ വൈബ്രേഷൻ, അഡിക്വേറ്റ് ലൈറ്റ് and unfailing source of electric power and unfailing source of clean and dry air ഒക്കെ ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. and നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് കൺട്രോൾ സെന്റേഴ്സ് ഉണ്ട്. അത് രണ്ട് ലേഔട്ട് വെച്ചിട്ട് സെൻട്രൽ ലേഔട്ട് ആൻഡ് യൂണിറ്റ് ലേഔട്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ സെൻട്രൽ ലേഔട്ട്. സെൻട്രൽ ലേഔട്ട് എന്ന് പറഞ്ഞാൽ കൺട്രോൾ സെന്റർ എപ്പോഴും എല്ലാ പ്രോസസ്സിംഗ് യൂണിറ്റിനും കോമൺ ആയിട്ട് ഒരെണ്ണമേ ഉള്ളൂ എങ്കിൽ അതിനെ സെൻട്രൽ ലേഔട്ട് എന്ന് പറയും. ഈ കൺട്രോൾ സെന്റർ തന്നെയാണ് അതിന്റെ ഓപ്പറേറ്റിംഗ് സെന്റർ ഓഫ് ദ പ്ലാന്റ് എന്ന് പറയും. ഓക്കെ, അവിടെ എല്ലാ ഓപ്പറേഷൻസും ആ ഒരൊറ്റ കൺട്രോൾ സെന്ററിലാണ് നടക്കുന്നത്. എല്ലാ ഓപ്പറേഷൻസിന്റെയും ഇൻസ്ട്രുമെന്റ്സിനെ നമ്മൾ ഒരൊറ്റ റൂമിനകത്ത് ഫിക്സ് ചെയ്തിരുന്നതിനെയാണ് സെൻട്രൽ ലേഔട്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് യൂണിറ്റ് ലേഔട്ട്. യൂണിറ്റ് ലേഔട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ്സിംഗ് പ്ലാന്റിൽ ഓരോ ഓപ്പറേഷൻസിനും സെപ്പറേറ്റ് കൺട്രോൾ സെന്റേഴ്സ് പ്ലേസ് ചെയ്യുന്നതിനെയാണ് യൂണിറ്റ് ലേഔട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷന് ഒരു കൺട്രോൾ സെന്റർ, സെപ്പറേഷന് വേറൊരു കൺട്രോൾ സെന്റർ, റീഹീറ്റ് ആൻഡ് സാച്ചുറേഷൻ പ്രോസസ്സിന് അടുത്ത കൺട്രോൾ സെന്റർ, ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ യൂണിറ്റ് ലേഔട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് നടക്കുന്നതിന് തൊട്ട് മുന്നിലായിട്ട് അതിന് മുന്നിലോട്ട് ഒരു ഗ്ലാസ് വിൻഡോ വെച്ച് ഓപ്പൺ ആയിരിക്കുന്ന ഒരു കൺട്രോൾ സെന്റർ ഫിക്സ് ചെയ്യും. അവിടെയാണ് ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന്റെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പ്ലേസ് ചെയ്യുക. പിന്നെ രണ്ട് പ്രോസസ്സുകൾ തമ്മിൽ പ്രത്യേകിച്ച് കോർഡിനേഷൻ ഒന്നും ആവശ്യമില്ലെങ്കിലും നമുക്ക് ഡിഫറെന്റ് കൺട്രോൾ സെന്റേഴ്സിൽ ഇൻസ്ട്രുമെന്റ്സിനെ വെക്കാം. അപ്പോഴാണ് നമ്മൾ യൂണിറ്റ് ലേഔട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് വൺ ഇസ് ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാം. നമുക്ക് അറിയാവുന്നതാണ്, നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച സമയത്ത് നമുക്കറിയാം, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് വരയ്ക്കുന്നതിന് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയും അല്ലെ. കുറെ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത്, അതുപോലെ ഇപ്പോൾ ഒരു ജനറേറ്റർ ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ അതിനൊരു പർട്ടിക്കുലർ സിമ്പിൾ, DC ആണെങ്കിൽ അല്ലെങ്കിൽ കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഇങ്ങനെ ഓരോ എലമെന്റ്സിനും നമ്മൾ ഡിഫറെന്റ് സിമ്പിൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളൊരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ്സിനും ഡിഫറെന്റ് സിമ്പിൾസ് ഉണ്ടായിരിക്കും. ഈ സിമ്പിൾസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു പ്രോസസ് ഫ്ലോ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലാന്റ് ഓപ്പറേഷനെ നമ്മൾ എങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഒരു ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ആൻ ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാം? മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രത്തിന്റെ വിച്ച് ഹാസ് ടു പ്രൊവൈഡ് ആൻ ഇൻഫർമേഷൻ ക്വിക്ക്ലി ഫോർ യൂസ് ഇൻ പ്രോസസ് അനാലിസിസ്. ഒരു പർട്ടിക്കുലർ പ്രോസസ് അനാലിസിസിന് നമുക്കൊന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ, അത് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു പർട്ടിക്കുലർ പ്രോസസ് പ്ലാന്റിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ അതിന്റെ ഒരു പ്രോസസ് ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പ്രോസസ് ഫ്ലോ എങ്ങനെയാണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രോസസ് അനലൈസിസിന് നമുക്ക് ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാം യൂസ്ഫുൾ ആണ്. ആൻഡ് ഓൾസോ പ്രൊഡക്ഷൻ കൺട്രോൾ, സ്പെസിഫിക്കേഷൻ ഓഫ് എക്യുപ്മെന്റ്, എന്തൊക്കെ ടൈപ്പ് എക്യുപ്മെന്റ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനും, ഇനിയിപ്പോൾ ഒരു പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ ടൈമിൽ, ഒരു കൺസ്ട്രക്ഷൻ ടൈമിൽ അവിടെ എന്തൊക്കെ നീഡ്സ് ഉണ്ട്, എന്തൊക്കെ റിക്വയർമെന്റ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്നറിയണമെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആണ് എന്തൊക്കെ നമുക്ക് വേണമെന്നുള്ളത്. അപ്പോൾ mainly the instrumentation diagram is constructed on the basis of process flow diagram. Okay, ഒരു പ്രോസസ്സ് നമ്മളിപ്പോൾ അവിടെ നടക്കുന്ന എന്ത് പ്രോസസ്സാണ്, ഒരു മെറ്റീരിയൽ ഡ്രൈയിങ് പ്രോസസ് ആണെങ്കിൽ, ഒരു ഡ്രയർ ആണെങ്കിൽ അതിൽ എന്തൊക്കെ ടെമ്പറേച്ചർ കൺട്രോളർ വേണ്ടി വരുമായിരിക്കും,
അല്ലെങ്കിൽ മോയ്സ്ചർ കൺട്രോളർ വേണ്ടി വരും. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ എന്തൊക്കെ യൂണിറ്റ് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വേണം എന്നത് നമുക്കൊന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മളൊരു ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രം വരച്ച് നോക്കണം. നമ്മൾ എന്ത് യൂണിറ്റ് ആണോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അവിടെ എന്തൊക്കെ നമുക്ക് മെഷർ ചെയ്യണം, എന്തെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം, മോണിറ്റർ ചെയ്യണം എന്നുള്ള നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ ആ പ്രോസസ് ഫ്ലോ എങ്ങനെയാണോ എന്നതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ഡയഗ്രം വരച്ച് ആ പ്രോസസ്സിംഗ് പ്ലാന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രം എന്ന് പറയുന്നത്. Okay, so it should provide information quickly, and it is constructed on the basis of process flow diagram, and it is a schematic layout. Okay, so the instrumentation equipment diagram should show some major items. ഒരു particular instrumentation diagram കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കാം. മെയിൻ ആയിട്ട് ദ വേരിയബിൾ ബീയിങ് മെഷേർഡ്, എന്തൊക്കെ വേരിയബിൾസ് ആണോ മെഷർ ചെയ്യേണ്ടത് അത് അതിനകത്ത് ഉണ്ടായിരിക്കണം. ആൻഡ് വെദർ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഓർ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് ഇസ് യൂസ്ഡ്, ഇറ്റ് ഷുഡ് ബി സ്പെസിഫൈഡ് ഓൺ ദ ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാം. ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രത്തിൽ തന്നെ അതിന്റെ ഒരു പർട്ടിക്കുലർ ലെറ്റർ കോഡോ നമ്പർ കോഡോ വെച്ചിട്ട് നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്തിരിക്കണം അത് ഏത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് എന്നുള്ളത്. ആൻഡ് വെദർ കൺട്രോൾ ഓർ അലാം ഫംഗ്ഷൻ വേണമോ എന്നുള്ളത് അതിനകത്ത് സ്പെസിഫൈ ചെയ്യണം, മെൻഷൻ ചെയ്യണം. ആൻഡ് ഓൾസോ ദ ഓക്സിലറി ഫീച്ചേഴ്സ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഓർ കൺട്രോളർ, മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ അതിനകത്ത് സ്പെസിഫൈ ചെയ്യും. ആൻഡ് ടൈപ്പ് ഓഫ് കണക്റ്റിംഗ് ലൈൻസ്, ഏതൊക്കെ ടൈപ്പ്, അതായത് ഒരു പ്രോസസ് കണക്റ്റിംഗ് ലൈൻസ് ഏതൊക്കെ ടൈപ്പാണ്, ചിലപ്പോൾ ഫ്ലൂയിഡ് പ്രഷർ ലൈൻ ആയിരിക്കാം, ഇലക്ട്രിക് ലൈൻസ് ആയിരിക്കാം, ന്യൂമാറ്റിക് ലൈൻസ് ആയിരിക്കാം, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലോ ആയിരിക്കും അതിന് ഒരു പ്രോസസ്സിംഗ് യൂണിറ്റിൽ നടക്കുന്നത്. അപ്പോൾ ഓരോന്നിനെയും ഡിഫറെന്റ് ലൈൻസ് വെച്ച് വേണം റെപ്രസെന്റ് ചെയ്യാൻ. Okay, and another one is the type of connecting line പറഞ്ഞു, and then approximate location of point of measurement and point of control. ഒരു ഏകദേശം, അതായത് നമുക്കിപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഞാൻ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈൻസ് ഇവിടെ നോക്കാം. ഫ്ലൂയിഡ് പ്രഷർ ലൈൻ, ഇലക്ട്രിക് ലൈൻ, ന്യൂമാറ്റിക് ലൈൻ, കാപ്പിലറി ലൈൻ, അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ. ഇതിനെയൊക്കെ നമ്മൾ ഇങ്ങനെ ഡിഫറെന്റ് ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സോ അതായത് ഇപ്പൊ ഇവിടെ നോക്കുക, ഇതൊരു ഇൻസ്ട്രുമെന്റേഷൻ സിമ്പിൾസ് ആണ്. ഇൻസ്ട്രുമെന്റ് ലോക്കലി മൗണ്ടഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അറ്റ് ദ കൺട്രോൾ സെന്റർ ആണെങ്കിൽ എങ്ങനെയാണ്, ഇൻസ്ട്രുമെന്റ് ടു സർവീസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ, ഇൻസ്ട്രുമെന്റ് ട്രാൻസ്മിറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ, കൺട്രോൾ വാൽവ് ആണെങ്കിൽ എങ്ങനെയാണ്, ഓരോന്നിനും ഡിഫറെന്റ് സിമ്പിൾസ് ഉണ്ട്. ഇലക്ട്രിക് ലൈൻസ് ആണെങ്കിൽ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ആണ് കൊടുക്കേണ്ടത്, ന്യൂമാറ്റിക് ആണെങ്കിൽ നമ്മൾ ആ ലൈനിൽ ഇങ്ങനെ 2 ഹാഷ് പോലെ ഇങ്ങനെ കൊടുക്കും. അങ്ങനെ ഓരോന്നിനും ഡിഫറെന്റ് സ്പെസിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ള ഓരോ സിമ്പിൾസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് സിമ്പിൾസ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റേഷൻ ഒരു ഐഡന്റിഫിക്കേഷൻ ലെറ്റേഴ്സ് യൂസ് ചെയ്യും. D ഫോർ ഡെൻസിറ്റി, F ഫോർ ഫ്ലോ, ഇങ്ങനെ ഓരോ പർട്ടിക്കുലർ ലെറ്റേഴ്സിനും ഓരോ ഐഡന്റിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഉള്ള സിമ്പിൾസും ലെറ്റേഴ്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു പ്രോസസ് ഫ്ലോ റെപ്രസെന്റേഷൻ ചെയ്യുന്നത്. ഡയഗ്രാം വെച്ച് ആ ഒരു ഡയഗ്രത്തിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രത്തിൽ എന്തൊക്കെ വേരിയബിൾസ് ആണോ അത് മെൻഷൻ ചെയ്യണം, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണോ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് ആണോ എന്നത്, കൺട്രോൾ ഓർ അലാം വേണോ, ഓക്സിലറി ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ അത്, ടൈപ്പ് ഓഫ് കണക്റ്റിംഗ് ലൈൻസ് ഏതൊക്കെ ടൈപ്പ് ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം, ഏകദേശം അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ കൺട്രോൾ സെന്ററിലാണോ ഔട്ട്സൈഡ് ദ കൺട്രോൾ സെന്റർ ആണോ അങ്ങനെയൊക്കെ ഉള്ളത് മെൻഷൻ ചെയ്യണം. വിച്ച് ഇൻസ്ട്രുമെന്റേഷൻ included in control center or which instruments are placed outside, or which instruments remain at the processing unit itself എന്നൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതൊരു എക്സാമ്പിൾ ആണ്. സോ this is an instrumentation diagram. Example for instrumentation diagram, you can see it is an instrumentation diagram for rayon flashing operation. Okay, that is ഒന്ന് ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു റയോൺ ക്ലോത്ത് ഡ്രൈ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ്. ഓക്കെ, റയോൺ ക്ലോത്ത് passes through the size box. You can see this is the size box. Rayon cloth is passing through the size box at the left. Okay, you can see here. And the size can be considered similar to the
starts, and the cloth then passes through this. You can see the cloth then passes over the drying cylinders to the reel. Here you can see drying cylinders to the റീലിലോട്ടാണ് നമ്മുടെ ഈ ക്ലോത്ത് പാസ് ചെയ്യുന്നത്. In between it is drying. Okay, the cloth must be dried to closely controlled valve of moisture content. The instrumentation diagram shows the following equipments. You can see MRC1, that means moisture recorder controller, which measures the moisture of cloth at the reel by electric means. ആ ഒരു റീലിൽ വരുന്ന ക്ലോത്തിന്റെ മോയ്സ്ചർ മെഷർ ചെയ്യാനാണ് മോയ്സ്ചർ റെക്കോർഡർ കൺട്രോളർ യൂസ് ചെയ്യുന്നത്. ആൻഡ് സെപ്പറേറ്റ് നോൺ ഇൻഡിക്കേറ്റിംഗ് ടെമ്പറേച്ചർ കൺട്രോൾസ്. ഡിഫറെന്റ് ടെമ്പറേച്ചർ കൺട്രോൾസ് ആണ് TC1, TC2, TC3 എന്ന് പറഞ്ഞ് നമ്മളിവിടെ കാണിച്ചിരുന്ന ടെമ്പറേച്ചർ കൺട്രോളേഴ്സ്, ആൻഡ് വിച്ച് ആർ യൂസ്ഡ് അറ്റ് ഈച്ച് ഡ്രൈയിങ് സിലിണ്ടർ. ഓരോ ഡ്രൈയിങ് സിലിണ്ടറിലും ഡിഫറെന്റ് ടെമ്പറേച്ചർ കൺട്രോളേഴ്സ് വെച്ചിട്ടുണ്ട്. Okay, and the controllers are pressure spring thermometers with a pneumatic controller, and the level in size box is controlled by non-indicating controller. You can see LC, level controller. ഈ ബോക്സിനകത്തുള്ള ക്ലോത്തിന്റെ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നതാണ് LC1 എന്ന് പറയുന്നത്. വിത്ത് ഇലക്ട്രിക്കൽ മെഷറിംഗ് മീൻസ് വെച്ചിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, the temperature of the size box is controlled by non-indicating pressure spring. ഒരു നോൺ ഇൻഡിക്കേറ്റിംഗ് പ്രഷർ സ്പ്രിംഗ് വെച്ചിട്ടാണ് അവിടുത്തെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ദ ഡ്രൈയിങ് സിലിണ്ടർ ടെമ്പറേച്ചർ കൺട്രോളേഴ്സ് ആർ മൗണ്ടഡ് ഓൺ ദ യൂണിറ്റ്. ദ മോയ്സ്ചർ കൺട്രോളർ ആൻഡ് ദ സൈസ് ലെവൽ കൺട്രോളർ and the size temperature control are located at the control center. Okay, the control centerലാണ് ഈ മോയ്സ്ചർ കൺട്രോളിനെ കണ്ടോ, ഇങ്ങനെ ഒരു സർക്കിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കറിയാം, ഇങ്ങനെ കാണിച്ചാൽ എന്താണ്, ഇൻസ്ട്രുമെന്റ്സ് അറ്റ് കൺട്രോൾ സെന്റർ എന്നാണ് അതിന്റെ മീനിങ്. അതാണ് ഇവിടെ പറഞ്ഞത്. മോയ്സ്ചർ കൺട്രോൾ സെന്റർ, ലെവൽ കൺട്രോൾ സെന്റർ ഒക്കെ നമ്മൾ ലെവൽ കൺട്രോൾ, മോയ്സ്ചർ കൺട്രോളർ എന്നൊക്കെ പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് കൺട്രോൾ സെന്ററിലാണ് വെച്ചിരിക്കുന്നതെന്ന് ഇതിന്റെ സിമ്പിൾ ഈ സർക്കിളിന് ഹാഫായിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ കൺട്രോൾ ഒക്കെ ലെവൽ കൺട്രോൾ സെന്ററിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. മറ്റത് നിയർ ടു ദ ഡ്രൈയിങ് യൂണിറ്റ്, പ്രോസസ്സിംഗ് യൂണിറ്റിന് അവിടെ ലോക്കലി മൗണ്ട് ചെയ്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് കൺട്രോളിംഗ് സെന്ററിലാണ്, അതായത് അതിന്റെ അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കാം. മറ്റത് പ്രോസസ്സിംഗ് യൂണിറ്റിന് തൊട്ട് മുന്നിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് പ്രോസസ്സിംഗ് യൂണിറ്റിന് മുന്നിലല്ല, അത് കൺട്രോൾ സെന്ററിൽ സെപ്പറേറ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അതായത് ഇവിടെ കാണിക്കുന്ന ഉണ്ടല്ലോ, ഇൻസ്ട്രുമെന്റ് ലോക്കലി മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സർക്കിളിലായിരിക്കും നമ്മൾ അതിന്റെ സ്പെസിഫിക്കേഷൻ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ അതിന്റെ മീനിങ് ഉണ്ടല്ലോ, ഇത് രണ്ടും സെപ്പറേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇതിൽ തന്നെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഈ TCs ഒക്കെ നമ്മൾ ഈ ഓരോ സിലിണ്ടർ, ഡ്രൈയിങ് സിലിണ്ടേഴ്സിന്റെ തൊട്ട് മുന്നിലാണ് വെച്ചിരിക്കുന്നത്. LC, ലെവൽ കൺട്രോളർ, മോയ്സ്ചർ റെക്കോർഡിംഗ് കൺട്രോളർ, ടെമ്പറേച്ചർ റെക്കോർഡിംഗ് കൺട്രോളർ, ഇതൊക്കെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന കൺട്രോൾ സെന്ററിലാണ്. അതൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ഒരു ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാം കാണുമ്പോൾ നമുക്കറിയാം അവിടെ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ആ ഇൻസ്ട്രുമെന്റ്സിന്റെ സ്പെസിഫിക്കേഷൻ, ഒരു ഓൾമോസ്റ്റ് സ്പെസിഫിക്കേഷൻ എന്താണ്, ഏതൊക്കെ ടൈപ്പ് ലൈൻസ്. ഇപ്പൊ ഇവിടെ തന്നെ കാണാം, ഇങ്ങനെ ഹാഷ് കൊടുത്ത ന്യൂമാറ്റിക് ലൈന്, ഇലക്ട്രിക് ലൈൻ ആണെങ്കിൽ ഡോട്ടഡ് ആയിരുന്നു, ക്രോസ് കൊടുത്ത ഏത് ലൈനാണ്, അങ്ങനെ ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ കാപ്പിലറി ലൈൻ. ഇങ്ങനെ ഓരോ പർട്ടിക്കുലർ ലൈനിന്റെ മീനിങ് എന്താണ് എന്നൊക്കെ, അതായത് ഓരോ ഫ്ലോ, ആ ഒരു പ്രോസസ് ഫ്ലോയിൽ എന്തൊക്കെ ഓപ്പറേഷൻ നടക്കുന്നു എന്നത് അതിന്റെ ഈച്ച് ലൈൻ പോലും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് പ്രോസസ്സ് നമുക്ക് ഇതുകൊണ്ട് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. ഒരു ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ആ പ്രോസസ് ഫ്ലോ എന്താണ്, അതിനെ അനലൈസ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഓക്കെ, ഇനി വേറെ ഇതൊരു കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാം ആണ്. ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ദാറ്റ്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരെണ്ണം മാത്രം മതി നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ്. ഇതൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന് ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ സെന്റർ ആണ്. നോർമലി ഒരു കൺട്രോൾ പാനലിൽ കുറേ ഇൻസ്ട്രുമെന്റ്സ് പ്ലേസ് ചെയ്തിട്ടായിരിക്കും കൺട്രോൾ സെന്ററിൽ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.